ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എനിക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ കമൻറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഐ ക്യാൻ ഡൂ മോർ വീഡിയോസ് റിലേറ്റഡ് വിത്ത് HR ജോബ്സ് ഇൻ UAE. സോ എനിക്ക് വന്ന ഒരു കമൻറ്റ് ഇതായിരുന്നു. ആക്ച്വലി MBA ഫൈനാൻസ് ആൻഡ് HR സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം HR ജോബ് നോക്കുന്നത്. MBAക്ക് പുറമെ നാട്ടിൽ നിന്ന് HR കോഴ്സ് എന്തെങ്കിലും ചെയ്യണോ, ദെൻ HR ജോബ് നോക്കുന്ന ആൾക്കാർ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, അഡീഷണലി എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഗ്രാജുവേഷൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പുറമെ അഡീഷണലി എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ, അത് ചെയ്തതുകൊണ്ട് UAE ജോലി നോക്കുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് ഡയറക്റ്റ്ലി പോകുന്നതിന് മുന്നേ ഞാൻ UAE ഒരു ജോബ് മാർക്കറ്റിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഞാനൊരു HR ആയിട്ട് ഓൾമോസ്റ്റ് 1.5 ഇയർ ഇവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. മേ ബി 100% ശരിയാണെന്ന് പറയുന്നില്ല, ബട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് HR ആൻഡ് അഡ്മിൻ ഇല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഇല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് മാനേജീരിയൽ ഡെസിഗ്നേഷൻസിലോട്ട് ഓപ്പർച്യൂണിറ്റീസൊക്കെ കമ്പനീസിൽ വരുമ്പോൾ അത് ഫില്ലാവുന്നത് ഒരു 75% റെഫറൻസ് വഴിയാണ്. സെയിൽസ് പോലുള്ള ഡെസിഗ്നേഷനിലാണ് ഇൻ്റർവ്യൂ വഴി കൂടുതലും കിട്ടാനുള്ള സാധ്യത. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ UAE ജോബ് അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു വേക്കൻസി വന്നു കഴിയുമ്പോൾ ഇൻ്റർവ്യൂ വെക്കാതെ തന്നെ വേക്കൻസി ഫില്ലാകും. ഇങ്ങനെയുള്ള വേക്കൻസീസ് വരുമ്പോൾ തന്നെ അതായത് കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, നൈബേഴ്സ്, റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ജോബ് നോക്കുന്നവരുണ്ടാകും. അപ്പോൾ അവരെ ഓട്ടോമാറ്റിക്കലി റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്യുന്ന വഴി ആ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഫില്ലാകും. സോ ബേസിക്കലി പറഞ്ഞു വരുന്നത്, സെയിൽസ് അല്ലാതെ ഏറെക്കുറെ ഡെസിഗ്നേഷൻസൊക്കെ റെഫറൻസ് വഴിയാണ് ഫില്ലാവുന്നത്. ഇനി ആക്ച്വലി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. ആ കമൻറ്റിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൂയിങ് അഡീഷണൽ കോഴ്സ് ഓർ എനി കൈൻഡ് ഓഫ് സർട്ടിഫിക്കേഷൻ കോഴ്സിനെ പറ്റിയായിരുന്നു. ആക്ച്വലി അഡീഷണൽ കോഴ്സുകളോ ഇല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ HR ഒരു അഡ്മിൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്നത് ഒരു അഡീഷണൽ ആഡ് ഓൺ തന്നെയാണ്. ആക്ച്വലി അത് ജോബ് കിട്ടാനുള്ള സാധ്യത 100% കൂടുതലാണ്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഒരു ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല കോമ്പറ്റേറ്റീവാണ്. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാനൊരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10 പീപ്പിൾസ് എങ്കിലും മിനിമം വോക്ക് ഇൻ ഇൻ്റർവ്യൂസ് ആയിട്ട് വരും. നമ്മളങ്ങനെ ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂസ് എടുക്കാറില്ലെങ്കിൽ പോലും CV ഡ്രോപ്പ് ചെയ്യാനൊക്കെ മിനിമം ഒരു 10 പേരെങ്കിലും ഒരു ദിവസം വെച്ച് വരുന്നുണ്ട്. സോ നമ്മുടെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റേറ്റീവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു HR അഡ്മിൻ്റെ വേക്കൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ സെയിം HR തന്നെ പല ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ, സെയിം ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് തിങ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡീഷണൽ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷനിൽ ഏറ്റവും മാച്ചായിട്ട് വരുന്ന CVs ആണ് നമ്മൾ സെലക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ ആ ഒരു വേക്കൻസി ഫില്ലാക്കുകയും ചെയ്യുന്നത്. സോ ഡൂയിങ് ആൻ അഡീഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വിൽ ഹെൽപ്പ് ടു ഗെറ്റ് എ ജോബ് വെരി ഈസിലി. ഇപ്പം നിങ്ങൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് കരിയർ ഡെവലപ്മെൻറ്റിൻ്റെയും കരിയർ ഗ്യാപ്പും പിന്നെ കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് കോഴ്സസൊക്കെ നടത്തുന്ന കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ HR ഇല്ലെങ്കിൽ അഡ്മിൻ ഫീൽഡിലൊക്കെ ജോലി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഉണ്ട്. ആക്ച്വലി നാട്ടിലുള്ളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് UAE HR ആൻഡ് പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസൊക്കെ ഒരുപാട് ഇപ്പം
അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സൊക്കെ ചെയ്ത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് അഡീഷണൽ കോഴ്സസൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി പ്രസൻറ്റ് ചെയ്തൊരു CV ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി ഷീ ഡൺ വെരി വെൽ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് CV നോക്കിയിട്ടാണല്ലോ നമുക്കൊരു ഇൻ്റർവ്യൂ കോള് കിട്ടുക. അപ്പോൾ ആ CV എത്രത്തോളം അട്രാക്റ്റീവായിട്ടും നമ്മളുടെ സ്കിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടും അഡീഷണൽ കോഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെൽ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു തന്നെ ഇൻ്റർവ്യൂ കോൾ തന്നെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. സോ ഒരു CV നോക്കിയിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അഡീഷണൽ കോഴ്സ് ചെയ്തിട്ടുണ്ട്, അത് CVയിൽ ഹൈലൈറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഒരു കോൾ കിട്ടാനുള്ള സാധ്യത ഒരു 70% ഹൈ ആണ്. സോ ഇന്നത്തെ ടോപ്പിക്ക് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അഡീഷണലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ HR ജോബ് നോക്കുന്ന ആൾക്കാർ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ബൈ ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.